ബംഗാളിൽ രാജിവെക്കില്ല, തോൽവി അംഗീകരിക്കില്ല, മുഖ്യമന്ത്രിയായി താൻ തന്നെ തുടരും എന്നാണ് മമതാ ബാനർജി പറയുന്നത്. എന്ത് ചെയ്യാനാണ്? തലയ്ക്ക് വെളിവില്ലാതായാൽ പിന്നെ ഇതല്ല ഇതിലപ്പുറവും പറയും കാണിക്കും. ഗവർണർ നിയമസഭ പിരിച്ചുവിടും രാഷ്ട്രപതിയുടെ അനുമതിയോടെ. ചെവിയെ പിടിച്ച് തൂക്കി മമതയെടുത്ത് എറിയും. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല അത്രേ. 206, 208 സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മമതാ ദീദിയോട് ബംഗാളിലെ ജനങ്ങൾ തന്നെ ചോദിച്ചുകൊള്ളും. ബംഗാളിൽ വെറുതെ ഒരു പ്രവർത്തനമല്ല സത്യം പറഞ്ഞാൽ BJP നടത്തിയത്. BJP മാത്രമല്ല, ബംഗാൾ എന്തു വന്നാലും ഒരു അഭിമാന പോരാട്ടം തന്നെയായിരുന്നു BJPക്ക്. അമിത്ഷാ 15 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തു. അവിടെ ക്രമസമാധാന പ്രശ്നം ഉള്ളതുകൊണ്ട് ഏതാണ്ട് 2.5 ലക്ഷം കേന്ദ്ര സേനാ അംഗങ്ങൾ അവിടെ പലയിടത്തായി വിന്യസിക്കപ്പെട്ടു. എന്നിട്ട് പോലും അവിടെ BJP നേതാക്കളെയും പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. ബംഗാൾ കൃത്യമായ ഒരു ഹോംവർക്കിൻ്റെ റിസൾട്ടാണ്. കൃത്യമായൊരു ഹോംവർക്ക്. അത് വിവിധ യോഗങ്ങൾ, അതുപോലെ തന്നെ പ്രചരണങ്ങൾ, കൃത്യമായ ഇടപെടലുകൾ ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അത്യന്തം സർവസജ്ജമായ സംഘം കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്ത് എല്ലാം ഏകോപിപ്പിച്ചു. അങ്ങനെയാണ് ബംഗാൾ ജയിച്ചത്. ബംഗാൾ ജയിക്കണമായിരുന്നു. ശരിക്കും കേരളത്തിൽ 3 സീറ്റ് കിട്ടിയതിനേക്കാൾ BJPക്ക് പ്രാധാന്യം ബംഗാളിൽ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അമ്പയെ തകർന്നടിഞ്ഞ ഒരു ക്രമസമാധാന മേഖല, പ്രവർത്തകർക്ക് ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ, പോലീസും ഒക്കെ തന്നെ മമതയുടെ തൃണമൂൽ ഗുണ്ടകൾക്കൊപ്പമാണ് നിന്നുകൊണ്ടിരുന്നത്. നേരത്തെയും BJP അവിടെ ഒട്ടും നല്ല ഒരു നിലയ്ക്കായിരുന്നില്ല. 2011 ഒറ്റ സീറ്റിലായിരുന്നു BJPക്ക്. 2011 ആകെ 4.1% വോട്ടാണ് കിട്ടിയത്. 2016 3 സീറ്റ്, 10.3% വോട്ട്. 21 77 സീറ്റ്, 38.4 വോട്ട്. അങ്ങനെയാണ് ഇത്തവണ സമ്പൂർണ്ണമായി തന്നെ ബംഗാൾ പിടിച്ചെടുത്തുകൊണ്ട് BJP നടു നിവർത്തി നിന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു രഹസ്യ സ്വഭാവമുള്ളൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ളതാണ്. ഇവിടെ പരസ്യമായ മീറ്റിങ്ങുകളില്ല, അല്ലെങ്കിൽ ബഹളം കൂട്ടലുകളില്ല, കവലപ്രസംഗങ്ങളില്ല, മറ്റ് സമൂഹ മാധ്യമ ഇടപെടലുകളില്ല. കൃത്യമായി കുടുംബയോഗങ്ങളിലൂടെ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് കുടുംബയോഗങ്ങൾ ബംഗാളിൽ ഒന്നടങ്കം RSS ആസൂത്രണം ചെയ്തു. ചെറിയ കുടുംബയോഗങ്ങളിലൂടെ അതിൽ പങ്കെടുത്തുകൊണ്ട്, അതിൽ സംസാരിച്ചുകൊണ്ട് ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ജനമനസ്സറിയാനും രാഷ്ട്രീയ സ്വയം സേവക സംഘം RSS എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അത് കൃത്യമായി അവിടെ നടപ്പിലാക്കി. അങ്ങനെയാണ് ബംഗാൾ വളരെ എളുപ്പം ഈ ഒരു ദേശീയതയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ബംഗാളിൽ ഒരു കാരണവശാലും BJPക്ക് ഒരു സ്ഥാനവും സ്വാഭാവികമായിട്ടില്ല. അവിടെ കടന്നുകയറ്റങ്ങളുണ്ട്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ പോലും ബംഗാൾ ജനത ശരിക്കും തൃണമൂലിൻ്റെ, അതായത് 10-35 വർഷം CPM എന്ന ഗുണ്ടാ പാർട്ടിയുടെ അടിമകളും തുടർന്ന് തൃണമൂൽ ഗുണ്ടകളുടെ അടിമകളും മമതാ ബാനർജിയുടെ അടിമകളായി ബംഗാളിലെ ജനത സോനാർ ബംഗാൾ, അതായത് സുവർണ ബംഗാൾ എന്ന ആ ഒരു അവസ്ഥയൊക്കെ പോയി തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിലാണ് സംഘത്തിൻ്റെ ചെറു സംഘങ്ങൾ അവിടെ എത്തുന്നത്, ഇടപെടൽ നടത്തുന്നത്, സ്വന്തം ജീവൻ പോലും പണയം വെച്ച്. അങ്ങനെയാണ് ബംഗാൾ BJPക്ക് കരഗതമായത്. BJP നേതാക്കൾ എല്ലായിടത്തും പോയി വലിയ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി, കാര്യങ്ങൾ പറഞ്ഞു, വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തു. അമിത്ഷാ അതൊക്കെ ഏകോപിപ്പിച്ചു. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘം രഹസ്യമായി ചെറു യോഗങ്ങളിലൂടെ, സ്ത്രീകളുടെ യുവാക്കളുടെയൊക്കെ തന്നെ ചെറു സംഘങ്ങളുടെ ചെറു യോഗങ്ങളിലൂടെ ഏതാണ്ട് 1,80,000-ലധികം ഇത്തരം യോഗങ്ങൾ നടന്നു എന്നാണ് അനൗദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. കൃത്യമായി നാഗ്പൂരിൽ നിന്നുള്ള ഇടപെടലുണ്ടായി. അവിടുത്തെ സംഘപ്രവർത്തകരും മറ്റ് പ്രവർത്തകരും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരും ഒക്കെ തന്നെ ഇതൊക്കെ നോക്കി നടത്താനും ഏകോപിപ്പിക്കാനും യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും ഒക്കെ മുൻകൈയെടുത്തു. അതുപോലെ സ്ത്രീകളെ കൂടുതൽ യോഗങ്ങളിലേക്ക് പങ്കെടുപ്പിക്കാൻ സ്ത്രീകൾ തന്നെ മുൻകൈയെടുക്കുന്ന യോഗങ്ങൾ ഉണ്ടായി. അങ്ങനെ ചെറു യോഗങ്ങളിലൂടെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് BJPയുടെ ഈ വിജയത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന പ്രസ്ഥാനം എടുത്ത ആ എഫേർട്ട് ഒരിക്കലും ചെറുതല്ല. ഇതുതന്നെയാണ് എല്ലായിടത്തും, മിക്കയിടത്തും BJP അധികാരത്തിൽ വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ സംഘം BJPക്ക് ഒപ്പം, പക്ഷേ വേറൊരു രീതിയിൽ തിരഞ്ഞെടുപ്പിനെ
നേരിടുകയാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും അത് വിജയം എളുപ്പം കരഗതമാകുന്നത് എന്നുള്ളതാണ്. സംഘത്തിൻ്റെ രഹസ്യ യോഗങ്ങൾ ഒക്കെ തന്നെ പലയിടത്തും, കേരളത്തിലും പലയിടത്തും നടത്തി. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ വ്യത്യസ്തമാണ്. അതിനുവേണ്ട നടപടികൾ ഇനി ഭാവിയിൽ എടുത്തുകൊള്ളുമായിരിക്കും. ഇപ്പം ബംഗാൾ സോനാർ ബംഗാളാകണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ BJPയും RSSും ഒരുമിച്ച് പ്രവർത്തിച്ചു. അതാണ് ഈ വലിയ വിജയത്തിന് കാരണം. വിജയം മമതാ ബാനർജി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും.